ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചടയാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഈ അട ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാനൊരു മീഡിയം സൈസിലെ നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ആവിയിൽ വെച്ച് ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം. അതിന് വേണ്ടി പ്രത്യേകം പാത്രമൊന്നും എടുക്കണ്ട. നമ്മൾ ഈ അട വേവിച്ചെടുക്കുന്നത് ഈ ഇഡ്ഡലി കുക്കറിലാണ്. അതേ കുക്കറിൽ തന്നെ വെച്ച് ഒരു 5-10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതിയാവും. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷം ഞാൻ അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, അത് ആവശ്യമുള്ളവർ മാത്രം മാറ്റിയാൽ മതിയാവും. ഈ പഴം നമുക്കപ്പോൾ ഇനി ഒന്ന് അരച്ചെടുക്കാം. അതിനുവേണ്ടി ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ ഇത് അരഞ്ഞ് കിട്ടാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നല്ല വെണ്ണ പോലെ ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നും മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മൾ മധുരത്തിന് വേണ്ടി ശർക്കരയാണ് എടുക്കുന്നത്. ഒരു 150 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതൊരു പാനിലേക്ക് ഇട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അതൊന്ന് മെൽറ്റാക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു 1/2 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതും ആ പഴത്തിൻ്റെ അരപ്പിനൊപ്പം ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയിൽ നിന്ന് ഒരു 1/2 കപ്പ് അളവിൽ താഴെ പാനി ഒഴിച്ചു കൊടുക്കാം. ഇതിനോടൊപ്പം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അതിനു മുമ്പ് നമ്മൾ ഈ ബാറ്റർ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ മിക്സിയുടെ താഴെ ആ ബ്ലേഡിൻ്റെ അവിടെ ഇത് കട്ട കുത്തിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ പോരായ്മ ഉണ്ടാവും. ആ ഒരു സമയത്ത് നിങ്ങൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അരച്ചു കഴിയുമ്പോൾ ഏകദേശം ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം ഇതിരിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉരുക്കിയ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ഈ ഒരു നെയ്യ് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം ഇതിൻ്റെ ബാറ്റർ ഇരിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി ആ ഉരുക്കി വെച്ച ശർക്കര പാനിയുടെ ബാക്കി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മുഴുവൻ ചേർക്കണമെന്നില്ല, അത് ഓരോരുത്തരുടെ മധുരത്തിൻ്റെ അളവനുസരിച്ച് നോക്കിയിട്ട് ചേർത്താൽ മതിയാവും. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മിക്സായി വറ്റി വരണം. ഈ ഒരു സമയത്ത് ഒരു 3 ഏലക്കായുടെ കുരു പൊടിച്ചതും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ വറ്റി ഇതിൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ അടയൊന്ന് പരത്തിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ വാഴല എടുത്തിട്ടുണ്ട്. വാഴല വാട്ടാതെ തന്നെയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിൻ്റെ നടുക്കോട്ട് ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ദോശയൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് നമുക്ക് പരത്തി കൊടുക്കാം. നമ്മൾ ഈ മാവ് പരത്തി കൊടുക്കുമ്പോൾ ഇലയുടെ 4 വശത്തേക്കും ചേർത്ത് പരത്തരുത്. അങ്ങനെ ചെയ്താൽ ഇലയിൽ നിന്ന് മാവ് പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഫില്ലിംഗ് കൂടി വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ്ങിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി അരിഞ്ഞ നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ അങ്ങനെ ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റായി കിട്ടും. അതുകൊണ്ടാണ് ഞാനിവിടെ അങ്ങനെ ചെയ്യാത്തത്. ഈ ഇല നമുക്കിനി ഒന്ന് മടക്കി ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം. അടുത്ത അടയും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മാവ് നിങ്ങൾ കൂട്ടിയെടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൽ വെള്ളം ഒട്ടും കൂടിപ്പോകരുത്. വെള്ളം കൂടി പോവുകയാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ ഇലയിൽ നിന്നൊക്കെ ചാടിപ്പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ രണ്ടാമത്തെ അടയും നമ്മൾ ഇതുപോലെ തന്നെ പരത്തി മടക്കി എടുക്കുന്നുണ്ട്. ഈ വാഴല ഇതുപോലെ 2ആയി മടക്കിയാൽ മതിയാവും. അല്ലാതെ 4 വശമൊന്നും മടക്കി വെക്കേണ്ട ആവശ്യമില്ല. മാവ് ഒരുപാട് ലൂസ് അല്ലാത്തത് കൊണ്ട് പുറത്തേക്ക് ചാടി പോവില്ല. ഇനി ഇത് വേവിച്ചെടുക്കാനായി ഒരു ഇഡ്ഡലി പാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആവി വരുന്ന ഈ പാത്രത്തിലേക്ക് അട ഓരോന്നും നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിന് ഒരുപാട് വേവൊന്നുമില്ല. 15 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും.
അപ്പോൾ നമുക്ക് അടയെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, മാവൊക്കെ ഒട്ടും സ്പ്രെഡായി പോവാതെ നല്ല ഷേപ്പിൽ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ പ്രയാസമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു അളവ് വെച്ച് ഞാൻ 4 അടയാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. എണ്ണ അധികം വേണമെന്നുള്ളവർ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതിയാവും. ഈ വെറൈറ്റി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഞങ്ങളെ കമൻറ്റായി അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും നന്ദി.